സംസ്ഥാനത്തെ പോലീസുകാരുടെ അധിക അവധിക്ക് നിയന്ത്രണം. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടി. ഒരേ സ്റ്റേഷനിൽ നിന്നും നിരവധി പേർ അവധിക്കായി അപേക്ഷ സമർപ്പിക്കുന്നുവെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. എം മനോജ് ചേരുന്നു. മനോജ്, എന്താണ് വിവരങ്ങൾ? രോഹിണി, സംസ്ഥാനത്തെ പോലീസുകാർ നിരവധിയായി അവധികൾ എടുക്കുന്നുവെന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി തന്നെ ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിൽ തന്നെ കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ പോലീസുകാർക്ക് അവധി നൽകാവൂ. അതേപോലെ തന്നെ ഒരേ സ്റ്റേഷനിൽ നിന്നും അവധിക്കായി നിരവധി പേർ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെന്നും ഈയിടെയായി പോലീസുകാർ അധികമായും അവധി എടുക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുതൽ അപേക്ഷ ലഭിച്ചാൽ അത്യാവശ്യമാണെന്നോ കാര്യം പരിശോധിക്കണം. അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് ആ അപേക്ഷ സമർപ്പിക്കണം. അവധി കഴിഞ്ഞ് തിരികെ പ്രവേശിച്ചാൽ ലീവ് റോളും സമർപ്പിക്കണമെന്നും മെഡിക്കൽ ഗ്രൗണ്ടിൽ അവധിയിൽ പ്രവേശിച്ചാൽ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ ഇതിന്റെയൊക്കെ ജെനുവിനിറ്റി പരിശോധിച്ച് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിക്കണം. 15 ദിവസത്തിൽ കൂടുതലുള്ള എല്ലാ അപേക്ഷകളും DYSP മുഖാന്തരം മാത്രമേ സമർപ്പിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസുകാരെ ഇത്തരത്തിൽ നിരവധിയായി അവധിയിൽ പോകുന്നത് തടയുവാൻ വേണ്ടി അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ തൃശൂർ റൂറൽ പോലീസ് മേധാവിയാണ് ഇത്തരത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥർ വളരെയധികം ദിവസം അവധിയെടുക്കുന്നത് അത് ഡിപ്പാർട്ട്മെന്റിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ട കാര്യവും കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പോലീസിന്റെ സേവനം ആവശ്യമുണ്ട്. അതോടൊപ്പം ഈ പോലീസുകാർ ഇത്തരത്തിൽ പലവരും ഒരേ ദിവസം അവധി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നത് പോലീസിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം വേണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ അവധി കഴിഞ്ഞ് തിരിച്ച് റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഈ ലീവ് റോള് സമർപ്പിക്കുന്നത് ഉൾപ്പെടെ അത് കർശനമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനകമാണ് അതിൽ അന്വേഷണം നടത്തി അത് എന്താണ് അതിന്റെ ജെന്യൂനിറ്റി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അത് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അവധി അനുവദിക്കുന്നതല്ല എന്ന് കൂടെ പറയുന്നുണ്ട്. അവധി ജെന്യൂൻ അല്ല എന്ന് കാണുന്ന പക്ഷം ആ ഉദ്യോഗസ്ഥനെ SHO തിരിച്ചു വിളിക്കേണ്ടതും അതുപോലെ തന്നെ ആ വിഷയത്തിൽ മറ്റു നടപടികൾ എടുക്കേണ്ടതായും വരും. അതിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചാണ് ഇത്തരത്തിൽ അവധിയുടെ കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത്. നിരവധി ദിവസം അവധി എടുക്കുന്നവരിൽ ജെന്യൂനിറ്റി പരിശോധിക്കുക, അതിൽ കൃത്യതയില്ലെങ്കിൽ കൃത്യമായും അതിൽ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. രോഹിണി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.